തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെ മുളങ്കുന്നത്ത് കാവിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരു മരണം. ബിൽഡിംഗ് ജീവനക്കാരനായ പാലക്കാട് സ്വദേശി നിബിനാണ് മരിച്ചത്. 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇത് തീപിടുത്തം എത്രത്തോളം നാശനഷ്ടമുണ്ടാക്കി? ഒരു ജീവൻ അപഹരിച്ചു, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായോ? കാരണം സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഈ ഭാഗത്താണ് വെൽഡിങ് നടന്നിരുന്നത്. ഇവിടെ ജോലിക്കാർ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. 3 പേർ ഇവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ തീപിടുത്തം പിന്നീട് ഇവിടെ നിന്ന് ആയിരിക്കാം വ്യാപിച്ചതെന്നാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ 2 പേരാണ് ഇതിൻ്റെ ഉടമകളായുള്ളത്. ചേട്ടൻ്റെ മകനാണോ അവിടെ ഉടമ എന്ന് പറയുന്നത്? എൻ്റെ മകൻ ഉടമ പിടിയില്ല, ദുബായിലാ. അപ്പൊ ആരാ നോക്കുന്നതൊക്കെ മാനേജർമാരും മറ്റേ ആൾക്കാരാ, ഒക്കെ സ്റ്റാഫിനെ വെച്ച് വർക്ക് ചെയ്യിക്കുക. ഇവിടെ എത്ര പേര് ജോലി ഉണ്ടായിരുന്നു? ഇവിടെ 10-50 പേര് 60 പേരുണ്ട്. ഇന്നലെ എന്താ ഉണ്ടായത്? ശരിക്കും ഉണ്ടായത് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ജോലിക്കാര് 3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. 3 പേരല്ല, ഇവര് പാലക്കാടിലെ പിള്ളേരാ. അവർക്ക് അവരെ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് വർക്കിന് വേണ്ടിയിട്ട് അവര് പുറത്തിരുന്ന് പണിയാ. കമ്പനി പൂട്ടി പോവുകയും ചെയ്തു. കമ്പനി പൂട്ടി പോവുകയും ചെയ്തു. പിന്നെ ആരുമില്ല. ഇവിടെ കമ്പനിയുടെ ഒരു 2 വീലറിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. 2 വീലറിന്റെ മാത്രമാണ്, വേറെ ഒന്നുമില്ല. 2 വീലറിന്റെ സാധനങ്ങളാണ് ഒക്കെ. ഇവിടെ പാഴ്സൽ ഇവിടെ ഒക്കെ പാക്കിംഗ് ആണ് ഒക്കെ കൊണ്ടുവന്നിട്ട്. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നു. അതിലില്ല, അതൊന്നും ഇല്ല. ഫയറിന്റെ അതൊക്കെ ഉണ്ട്. പ്രവർത്തിച്ചില്ല. പ്രവർത്തിക്കാൻ ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. ഇവര് ഇരുന്ന് പറക്കുന്നത് ഇവിടെയാ, ഈ സ്ഥലത്താ. ഇവിടുന്നാണ് സംഭവിച്ചു പോയിട്ടുള്ളത്. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? നഷ്ടം എത്ര ഉണ്ടായെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നോക്കിയിട്ട് തന്നെ പറഞ്ഞിട്ട് വരും. അല്ലാണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മക്കൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. എനിക്ക് അതിനെ പറ്റിയ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്നലെ എത്ര മണിക്ക് ശരിക്കും ഉണ്ടായത്? ഒരു 7:30 സമയത്ത്. ഒരു 7 മണി 7:30 ഉള്ളത് സംഭവിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് നമ്മുടെ കമ്പനി സ്റ്റാഫുകളൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങളൊക്കെ ചേട്ടൻ്റെ വീട് അടുത്തല്ലേ? നിങ്ങളൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ ഈ ഇവര് വന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവര് ഒപ്പം ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ മൊത്തം തീ കത്തിക്കണമല്ലോ ബാത്റൂമിന്റെ അവിടെ. മരിച്ച ആളെ എവിടെയായിരുന്നു? ബാത്റൂം. ഈ പിള്ളേര് പറഞ്ഞത് ബാത്റൂമിലാണ് അവര് നിൽക്കണെന്നാ പറഞ്ഞത്. ഞാൻ വരുന്ന സമയത്ത് അവന്റെ നിലവിളി കേൾക്കുന്നുണ്ട്. നിലവിളി കേൾക്കുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നുണ്ട്. അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കടന്നുള്ളത് ഒരാൾക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഇതിലും കിടക്കാൻ പറ്റില്ല. അതൊക്കെ പൂട്ടിയിട്ട് ചാടി കടന്നതാവും. ചാടി കടന്നിട്ടുള്ള അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഈ ബാത്റൂം അല്ലേ അത്? ഈ ബാത്റൂം ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇവിടെ ഇപ്പോഴും ചില ഭാഗങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ തന്നെ ഉൾഭാഗം മുഴുവനായും കത്തി നശിച്ച നിലയിലാണ്. ഓട്ടോമൊബൈൽ, അതായത് ഈ ബൈക്കിൻ്റെ പാർട്സുകളെല്ലാം തന്നെ വിൽപ്പന നടത്തുന്ന ഇടമാണ്. ഇത് ഹോൾസെയിൽ വിൽപ്പന നടത്തുന്ന ഇടമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സൈലൻസറുകളും അതുപോലെ തന്നെ ബൈക്കിൻ്റെ പല പാർട്സുകളും എല്ലാം തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും ഇപ്പോഴും തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പഴയ ബൈക്കുകൾ ഉൾപ്പെടെ അവിടെ കത്തി നശിച്ച രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതായത് തൊട്ടപ്പുറത്തെ ഭാഗത്ത് അവിടെ ഇപ്പോഴും തീ കത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നമ്മുടെ സുരക്ഷിതത്തിന് നല്ലത്. ഇതിനകത്ത് ഈ ഭാഗത്താണ് ഈ ബാത്റൂം ഉള്ളത്. ആ ബാത്റൂമിനകത്തേക്ക് ആ യുവാവ് കയറി വെള്ളമെടുക്കാനായി ശ്രമിച്ചു. ആ വെള്ളമെടുക്കാനായി ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ പൊള്ളലേറ്റ് മരണം സംഭവിച്ചിരിക്കാമെന്നാണ് കണക്കാക്കുന്നത്. കാരണം ഇവർ ജോലി ചെയ്തിരുന്നത് പുറത്തിരുന്നാണ്. അകത്തുള്ള ഈ ബാത്റൂമിൽ ആണ് ഈ യുവാവ് കുടുങ്ങിക്കിടന്നിരുന്നത്. അപ്പോൾ വെള്ളമെടുക്കാനായി അകത്ത് കയറി പിന്നീട് തീ ആളിപ്പടർന്നപ്പോൾ പുറത്തേക്ക് കടക്കാനായി യുവാവിന് കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും ഈ യുവാവിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഇത് പൂട്ടിയിട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടക്കാൻ സാധിക്കില്ലായിരുന്നു. എങ്ങനെയാണ് ഇവർ അങ്ങോട്ടേക്ക് കടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ
അറിയില്ല എന്നാണ് ഇതിൻ്റെ ഉടമയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. തൊട്ടിപ്പുറത്ത് പോരുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരില്ല, പക്ഷേ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ബൈക്കും മറ്റുമെല്ലാം തന്നെ കത്തി നശിച്ച നിലയിലാണ്. അത്രത്തോളം വലിയ ഒരു തീപിടുത്തമാണ് ഇന്നലെ ഉണ്ടായത്. ഏകദേശം 40ഓളം തൊഴിലാളികൾ ഇവിടെ ഉള്ള ഒരു കമ്പനിയാണ്. ഇവിടെ ആ തൊഴിലാളികളെല്ലാം തന്നെ പോയതിന് ശേഷമാണ് പിന്നീട് ഈ തീപിടുത്തം ഉണ്ടായത്. ഇവിടെ വെൽഡിംഗ് ജോലികൾ, താൽക്കാലിക റാക്ക് സംവിധാനം എല്ലാം തന്നെ ഒരുക്കുന്നതിന് വേണ്ടി വെൽഡിംഗ് ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ തൊഴിലാളികളാണ് ഈ തീപിടുത്ത സമയത്ത് ഉണ്ടായിരുന്നത്. അവർ ആണ് പിന്നീട് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം, അതായത് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. പിന്നീട് അതിൽ ഒരാൾ തന്നെയാണ് മരിച്ചതും. ഈ തീപിടുത്തത്തിനുള്ളിൽ പെട്ടുകൊണ്ടാണ് അദ്ദേഹം മരിക്കുകയുണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോഴും ഈ ഭാഗത്ത് ചില ഭാഗങ്ങളിലെല്ലാം തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പടർന്ന് പോകാനായുള്ള സാധ്യതയില്ല. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ സീറ്റ്, ബൈക്കിൻ്റെ സീറ്റ്, കൂടാതെ മറ്റെല്ലാ തരത്തിലുള്ള സ്പെയർ പാർട്സുകളും ഉള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂടാനായുള്ള ഒരു കാരണവും അത് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ബൈക്ക് ഓൾട്രേഷൻ നടത്തുന്നതിനും മറ്റുമായുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ പൊട്ടിത്തെറിക്കുന്ന സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. എന്തായാലും അതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ്. ഏത് ഭാഗത്തു നിന്നാണ് തീ ആദ്യം പടർന്നെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിലെല്ലാം വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ തീപിടുത്തമുണ്ടായ ഈ സ്ഥലത്ത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതെല്ലാം തന്നെ ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പരിശോധനകൾ നടത്തുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഇന്നലെ വ്യക്തമാക്കിയത്. ശരി ലിഷോയ്.